ശ്വാസകോശത്തിൻ്റെ ചുറ്റിനും വെള്ളം കെട്ടുന്ന രോഗങ്ങൾ, അത് ഇൻഫെക്ഷനുകളാകാം, ക്യാൻസറുകളാകാം, അങ്ങനത്തെ അസുഖങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു മേഖലയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അവിനാഷ്, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, കാരിത്താസ് മെയിൻ ഹോസ്പിറ്റൽ ആൻഡ് കാരിത്താസ് ഫാമിലി ഹോസ്പിറ്റൽ കളത്തിപ്പടി. പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ മേഖലയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന അസുഖങ്ങളെ നമ്മൾ തരംതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഡീൽ ചെയ്യുന്ന അസുഖം ഇൻഫെക്ഷനുകളാണ്. കോമൺ ആയിട്ട് TB, ന്യൂമോണിയാസ്, വൈറൽ ഇൻഫെക്ഷൻ, ഇപ്പോഴത്തെ കോമൺ ആയിട്ട് വരുന്ന കോവിഡ് ഇൻഫെക്ഷൻസ്, ഇൻഫ്ലുവൻസ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇൻഫെക്ഷനുകൾ നമ്മൾ പലപ്പോഴായിട്ട് കാണാറുള്ളത്. രണ്ടാമത്തെ ഒരു മെയിൻ അസുഖം മേഖല എന്ന് പറഞ്ഞാൽ COPD ആൻഡ് ആസ്മയാണ്. COPD, ആസ്മ, അലർജി സംബന്ധമായ അസുഖമാണ് മെയിനായിട്ട് ആസ്മ എന്ന് പറയുന്നത്. COPD കുറച്ചും കൂടി പ്രായമുള്ള ആൾക്കാരിൽ, പുകവലിയോ അല്ലെങ്കിൽ പുക ശ്വസിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. മൂന്നാമത്തെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, അതായത് ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന ഒരു അസുഖമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ കേസുകളും നമ്മൾ കാണാറുണ്ട്. നാലാമത് സ്ലീപ്പ് അപ്നിയ. സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ കൂർക്കമ്പലിയുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന ശ്വാസതടസ്സമാണ്. അതും ഒരു പ്രധാന പൾമനോളജി മേഖല തന്നെയാണ്. പിന്നെ അഞ്ചാമത് പ്ലൂറൽ ഡിസീസസ്, പ്ലൂറൽ എഫ്യൂഷൻ അഥവാ ശ്വാസകോശത്തിൻ്റെ ചുറ്റിനും വെള്ളം കെട്ടുന്ന രോഗങ്ങൾ, അത് ഇൻഫെക്ഷനുകളാകാം, ക്യാൻസറുകളാകാം, അങ്ങനത്തെ അസുഖങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു മേഖലയാണ്. പിന്നെ ഞങ്ങളുടെ സർവീസസ് എന്ന് പറഞ്ഞാൽ ബ്രോങ്കോസ്കോപ്പി അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യേണ്ട രോഗങ്ങൾ, ബ്രോങ്കോസ്കോപ്പി, എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട്, തൊറാക്കോസ്കോപ്പി, ഈ സർവീസുകളും നമ്മൾ ചെയ്യുന്നതാണ്. ലങ് ക്യാൻസർ പേഷ്യൻസിനും നമ്മൾ ഡയഗ്നോസിസും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടും നമ്മൾ ബ്രോങ്കോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ചെയ്യുന്നതാണ്. ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഈ അസുഖമായിട്ട് ബന്ധപ്പെടുത്തി ബുദ്ധിമുട്ടുള്ള രോഗികൾ ഒരു പൾമനോളജിസ്റ്റിൻ്റെ സഹായം എപ്പോഴും തേടേണ്ടതാണ്. ഞങ്ങളുടെ സർവീസ് കളത്തിപ്പടി ഫാമിലി ഹോസ്പിറ്റലിൽ എല്ലാ ബുധനാഴ്ചകളിലും ലഭ്യമാണ്.